ഹായ്, ഇത് നമ്മളിതാ വേസ്റ്റ് തെർമോക്കോളുകൾ, അതായത് നമ്മൾ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വേസ്റ്റ് ആയിട്ട് വരുന്നുള്ള തെർമോക്കോൾ പീസുകളൊക്കെയാണ്. ഇതേപോലെയുള്ള കുറേ തെർമോക്കോൾ പീസുകൾ വീട്ടിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെയുള്ള അടിപൊളിയായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി അക്വേറിയമാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം നമ്മളൊരു പ്രതലം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കറക്റ്റ് ലെവലായിട്ടുള്ള. പിന്നെ നമ്മൾ ഇതേപോലൊരു നെറ്റ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എംസാൻഡ് സിമെൻറ്റും, അതായത് 3:1 എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തത്. ആദ്യം അടിഭാഗത്ത് കുറച്ച് സിമെൻറ്റ് നമുക്ക് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെറ്റ് വെച്ചതിന് ശേഷം ആ നെറ്റിൻ്റെ മുകളിൽ നമുക്ക് സിമെൻറ്റ് തേച്ചെടുക്കാം. ഇതേപോലെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, തെർമോക്കോൾ പീസ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലൊക്കെ നമുക്ക് സിമെൻറ്റ് തേച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തെർമോക്കോൾ പീസ് അത് ആദ്യം നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഹാർഡാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് എംസാൻഡ് ചേർത്ത സിമെൻറ്റ് ബാക്കിയുള്ളത് ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് വരുന്ന ഹോളുകൾ നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ 4 ഹോളുകളും നമ്മൾ അടച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സിമെൻറ്റ് മാത്രമാണ്. സിമെൻറ്റ് മാത്രം നമ്മൾ ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നമ്മളെ തെർമോക്കോളിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. ഉൾഭാഗത്തും പുറം ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലെ നന്നായിട്ട് തേച്ചെടുക്കാം. അപ്പോൾ അത് എല്ലാ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസ് വേണം. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗം നമ്മൾ വെച്ച തെർമോക്കോൾ പീസിന് കുറച്ച് ഉയരം കുറവുണ്ട്. ആ ഉയരം കുറവുള്ള ഭാഗം നമ്മളൊന്ന് ആദ്യം റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ഈ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഉറപ്പിച്ചെടുക്കുന്നുണ്ട്, സിമെൻറ്റ് തേച്ചതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഉയരം നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി നമുക്കിത് ഈ ഷീറ്റ് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷീറ്റിന് മുകളിലും സിമെൻറ്റ് തേച്ചെടുക്കണം. അപ്പോൾ ആ മുകളിൽ വെച്ച ഷീറ്റിന് മുകളിൽ നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു വീട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ വേസ്റ്റ് തെർമോക്കോൾ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ 2 സൈഡിലും സിമെൻറ്റ് തേച്ചതിന് ശേഷം 2 സൈഡിലും സൈഡ് ഭാഗത്തൊക്കെ സിമെൻറ്റ് ഇതേപോലെ തേച്ചതിന് ശേഷം നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സിമെൻറ്റ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത്. അപ്പോൾ 4 ഭാഗവും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് മേൽക്കൂര റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സിമെൻറ്റ് തേച്ചതിന് ശേഷം നമ്മൾ അത് ഒട്ടിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ ഇതേപോലെ കുറച്ച് കമ്പിയുടെ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ ഈ മുകളിൽ വെച്ച ഷീറ്റിൻ്റെ സൈഡ് ഭാഗത്തിലൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ കുത്തി ആഴ്ത്തി കൊടുക്കും.
അപ്പോൾ ആ കമ്പികളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു തെർമോകോൾ പീസ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു പാറ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ സിമെൻറ്റ് തേച്ചതിന് ശേഷം നമ്മൾ ഈ സൈഡ് ഭാഗത്ത്, അതായത് വീടിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നു. വലിയ പാറ നമ്മൾ ഒട്ടിച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ചെറിയ തെർമോകോൾ പീസ് കൂടി ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറയും വീടും എല്ലാം റെഡിയായി. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും സിമെൻറ്റ് മാത്രം നമ്മൾ ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ കുറച്ച് ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അത് എല്ലാ ഭാഗത്തും ഒന്നുകൂടി നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമെൻറ്റ് ഇന്നലെ നമ്മൾ തേച്ച ഭാഗത്ത് സിമെൻറ്റ് എത്താത്ത ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ നന്നായിട്ട് സിമെൻറ്റ് തേച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാം പ്രാവശ്യവും എല്ലാ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമ്മൾ കുറച്ച് സിമെൻറ്റ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ആ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കമ്പികളൊക്കെ നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ കമ്പികളും നമ്മൾ സിമെൻറ്റിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു 2-3 ദിവസം നമുക്ക് നനച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2-3 ദിവസം നനച്ചു. അതിനുശേഷം നമ്മൾ ഇതാ എടുക്കുന്നുണ്ട്. നമ്മുടെ അക്വേറിയം നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ച് അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞു. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇതാ ഒരു ഭാഗത്ത് നമ്മൾ ഒരു മതിലുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് മണ്ണ് ഉയർത്തിയതിന് ശേഷമാണ് നമ്മുടെ വീടും അക്വേറിയം എല്ലാം കൂടിയുള്ള ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്കിനി സെറ്റ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ഇനി സെറ്റ് ചെയ്യാം. പുല്ലൊക്കെ വെച്ചിട്ട് അതേപോലെ ചെടികളൊക്കെ വെച്ചിട്ട് അതേപോലെ വെള്ളം നിറച്ച് നമുക്ക് മീനിനെയൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇതേപോലെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. നമ്മൾ മതിൽമേലൊക്കെ ഉണ്ടാവുന്ന ചെടികളാണ് നമ്മളിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാ മതിലിൻ്റെ മുകളിലുള്ള ഫംഗസുകളൊക്കെ നമ്മൾ ഇതേപോലെ നമ്മൾ എടുത്തു വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. കുളത്തിൻ്റെ സൈഡിൽ അതേപോലെ നമ്മുടെ പാറയുടെ സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മീനിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 മീനിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് അക്വേറിയം അടിപൊളിയല്ലേ? അപ്പോൾ വേസ്റ്റ് തെർമോകോൾ പീസ് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ചെടി കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളിതൊക്കെ സെറ്റ് പൂപ്പലൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുളത്തിലൊക്കെ നമ്മൾ മീനിനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇതേപോലെയുള്ള മതിലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പലുകൾ ചെടികളൊക്കെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗാർഡനിലൊക്കെ ഏതെങ്കിലും ഒരു മൂലകളിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ വീട് അക്വേറിയം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക.
ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.